അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. മോനെ മോനെ ഷാനു, ആ ഉമ്മ വിളിക്കുകയാണ്. അതെ, ഓപ്പറേഷൻ കഴിഞ്ഞ് ICUവിൽ നിന്ന് ഉമ്മയെ മാറ്റിയിട്ടുണ്ട്. ഇനി മതി ICUവിൽ കിടന്നത് എന്നായിരുന്നു ഉമ്മ പറഞ്ഞത്. കാരണം മറ്റൊന്നുമല്ല, അതെ, തൻ്റെ മകൻ്റെ കയ്യിൽ ക്യാഷില്ല. എൻ്റെ ഓപ്പറേഷത്തിന് വേണ്ടി തന്നെ അവിടുന്ന് ഇവിടുന്നായിട്ട് കടം വാങ്ങിയതാണ് എൻ്റെ കുട്ടി. അതുകൊണ്ട് തന്നെ ഉമ്മ പറയായിരുന്നു, മോനെ ഡിസ്ചാർജ് ചെയ്യാം, അല്ലാതെ ഉമ്മ ഇത് ഡേഞ്ചറാണ്. മോനെ എത്ര ഡേഞ്ചർ ആയാലും കുഴപ്പമില്ല, ഞാൻ ശ്രദ്ധിച്ചോളാം. അങ്ങനെ അതാ മനമില്ലാ മനസ്സോടുകൂടി തൻ്റെ പ്രിയപ്പെട്ട ഉമ്മയെ 2 ദിവസം കൂടി ഹോസ്പിറ്റലിൽ കിടത്തിയതിനു ശേഷം അവൻ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല രീതിയിൽ ശ്രദ്ധിക്കണം കേട്ടോ. എന്നാൽ അവൻ ഇപ്പോൾ പോകുന്നത് എങ്ങോട്ടുമല്ല, അത് ജസീർ പറഞ്ഞു തന്നെ ഭീഷണിപ്പെടുത്തിയ ആ ഒരു കാര്യം അത് എങ്ങനെയെങ്കിലും റിസ്വാൻ വക്കലിനോട് പറയണമെന്ന രീതിയിലാണ്. ഉമ്മ അവിടെ ഒറ്റക്കാണ്. ഉമ്മയെ തനിച്ചാക്കിയവൻ പോണു. ഉമ്മ ഞാൻ പോയിട്ട് വരാം. പെട്ടെന്ന് അതാ ഉമ്മ വിളിക്കുന്നു, മോനെ ഷാനു, മോനെ ഷാനു, പോയോ എൻ്റെ കുട്ടി? ആ ഉമ്മ എന്താ? മോനെ, ഉമ്മാൻ്റെ കുട്ടി ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടല്ലോ എനിക്ക് വേണ്ടിയിട്ട്. അല്ല മോനെ, എന്തിനായിരുന്നു ഓപ്പറേഷൻ ചെയ്തത്? അത്രയധികം ക്യാഷ് എവിടെ നിന്ന് ഒപ്പിക്കാനാണ് എൻ്റെ കുട്ടി? ഉമ്മ അതൊക്കെ ഉമ്മ എങ്ങനെയെങ്കിലൊക്കെ കിട്ടുമോന്നും പ്രശ്നമല്ല. ഉമ്മ ഒന്നുകൊണ്ട് വിഷമിക്കല്ലേ. എനിക്ക് ഉമ്മ ഇല്ലാതെ കഴിഞ്ഞാൽ പിന്നെ ആരെനിക്ക് ഉണ്ടാകുക? മോനെ, എൻ്റെ കുട്ടിയുടെ ഒരു അവസ്ഥ, എന്തിനായിരുന്നു ഇതൊക്കെ നടത്തിയത്? മോനെ, നമ്മുടെ വീട് ജപ്തി ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഈ ജപ്തി ചെയ്യാൻ പോകുന്ന സമയത്ത് വീടെങ്കിലും എങ്ങനെയെങ്കിലും. ഉമ്മ അത് സാരല്ല, അവർ ജപ്തി ചെയ്തോട്ടെ. അതിനു പകരം എൻ്റെ ഉമ്മയെ ഞാൻ മറ്റൊരിടത്ത് കൊണ്ടുപോകും, അല്ലാതെ ഒരിക്കൽ പോലും ഇവിടെ നിർത്തില്ല. എൻ്റെ പൊന്നു മോനെ, മോൻ എങ്ങോട്ടാ ഇനിയിപ്പോൾ പോകുന്നത്? ഉമ്മ ഞാൻ ഒരു സ്ഥലത്ത് പോയിട്ട് വരാം ഉമ്മ. എൻ്റെ മോനെ, അല്ലാ. ആ ഉമ്മ ആകപ്പാടെ ഭയന്നിരുന്നു. എന്നാൽ റിസ്വാന വക്കീലിനോട് പെട്ടെന്ന് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് ആ ഒരു ബന്ധത്തിൽ നിന്ന് ഒഴിവാകണം എന്ന് തന്നെയാണ് പറയാൻ വേണ്ടി പോകുന്നത്. എന്നാൽ അതിനിടയ്ക്ക് അതാ ആ വീട്ടിലേക്ക് പോലീസുകാർ വരുന്നു. ഇവിടെ ആരുമില്ലേ? വാതിൽ തുറക്ക്. അതെ, ആ ഉമ്മ അവിടെ കിടപ്പിലാണ്. എങ്ങനെയൊക്കെയോ അവർക്ക് എഴുന്നേൽക്കാൻ കഴിയുന്നില്ല. എങ്ങനെയൊക്കെയോ എഴുന്നേറ്റിരുന്നു. അതെ, നിങ്ങളോട് ഒഴിവാകാൻ പറഞ്ഞ ടൈം കഴിഞ്ഞു. ജപ്തി നോട്ടീസ്. ഇനി നിങ്ങളിവിടെ നിൽക്കുന്നത് ശരിയല്ല. അത്രയധികം ബാങ്കിൽ നിന്നൊക്കെ ലോൺ എടുത്തിട്ട് എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടായിരുന്നു? അതടക്കാൻ കഴിയാതെ നിങ്ങൾ എടുത്തതുകൊണ്ടേ ഇപ്പം തന്നെ ഇത് ജപ്തി ചെയ്യപ്പെടും. എന്നാൽ ആ നിമിഷം തന്നെ അതാ ആ പോലീസുകാർ വന്ന് അവിടെ അകത്തുള്ള സാധനങ്ങളെല്ലാം പുറത്തേക്ക് വലിച്ചിടുവാൻ തുടങ്ങി. അവിടെയുള്ള ചട്ടിയും പാത്രവും കലവുമെല്ലാം അതാ വലിച്ചിട്ട് തുടങ്ങുകയാണ്. അതെ, ഇപ്പം തന്നെ ഇവിടെ നിന്ന് ഇറങ്ങിയേക്കണം. എത്ര ടൈം തന്നു നിങ്ങൾക്ക്? നിങ്ങളെന്താ ഇങ്ങനെ ലോൺ എടുക്കാതെ വീട് വെച്ചുകൊണ്ടിരിക്കുക? ഇത് ജപ്തി ചെയ്തതാണ്. ആ ജപ്തി നോട്ടീസ് ആ ഉമ്മയുടെ നേരെ നീട്ടി അവിടെയുള്ള സാധനങ്ങളെല്ലാം അവർ പുറത്തേക്ക് ഇറങ്ങി. എന്നാൽ ഉമ്മ ദയനീയമായി വിളിച്ചു, മോനെ ഷാനു, എൻ്റെ കുട്ടി ഇവിടെ അല്ല. നിങ്ങളെ കുട്ടി ഉണ്ടോ ഇല്ലേന്നല്ല, ഞങ്ങളെ ഡ്യൂട്ടി ഇതാണ്. ഇന്ന് ഇവിടെ നിന്ന് ഒഴിഞ്ഞു തന്നില്ലെങ്കിൽ നിങ്ങളെ പിടിച്ച് വലിച്ചിട്ടത് ഇവിടെ ഈ പേര് ഞങ്ങളുടെ ഗവൺമെൻറ്റിൻ്റെ പേരിലാക്കണം. അതാണ് ഞങ്ങളുടെ ഉത്തരവാദിത്തം. അല്ലാതെ ഒരിക്കൽ പോലും നിങ്ങളെ ഇവിടെ വെച്ചുകൊണ്ടിരിക്കാനല്ല. എന്നാൽ ആ ഉമ്മയെ അതാ അവർ പിടിച്ച് വലിച്ച് അവിടുന്ന് റൂമിൽ നിന്ന് പുറത്താക്കുകയാണ്. എന്നാൽ ഓപ്പറേഷൻ കഴിഞ്ഞ ഉമ്മ അത് ശരിക്കും ശ്വാസം കിട്ടാത്ത രീതിയിൽ, അത് വലിയ ഓപ്പറേഷനാണ് കഴിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതെ തള്ളെ, വെറുതെ നിങ്ങൾ അഭിനയിക്കാൻ നിൽക്കണ്ട. നിങ്ങൾ പുറത്തിറങ്ങിക്കാണേ. ഇവിടുന്ന് ഫുള്ള് സാധനങ്ങൾ വലിച്ചിട്ട് ഞങ്ങൾ ഈ ഒരു പേരിൽ ഈ ജപ്തി ചെയ്ത് കൊണ്ടുവരാനാണ് വന്നത്, അല്ലാതെ. എന്നാൽ ആ ഉമ്മ മോനെ വിളിക്കാൻ ശ്രമിക്കുന്നു, പക്ഷെ കഴിയുന്നില്ല. ഫോണ് പോലും എങ്ങനെ നിൽക്കാനും ഇതിനൊന്നും ഉമ്മക്ക് കഴിയില്ല. ആ ഉമ്മയെ നല്ല രീതിയിൽ നോക്കിക്കൊണ്ടായിരുന്നു അവൻ നിന്നത്. റിസ്വാൻ വക്കലിനോട് കാര്യങ്ങൾ പറഞ്ഞ് എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും ഒഴിവാകാനാണ് അവർ ഉദ്ദേശിക്കുന്നത്. എനിക്കിനി എന്തായാലും വേണ്ടിയില്ല എങ്കിലും റിസ്വാൻ വക്കീൽ ഒരിക്കലും അവർക്ക് ഒരു ഉപദ്രവം പറ്റരുത് എന്നതായിരുന്നു അവൻ്റെ ചിന്ത. അങ്ങനെ അത് പോലീസുകാർ ആ ഉമ്മയെ പിടിച്ചു വലിച്ച് പുറത്തേക്ക് തള്ളുന്നു. അതെ, ഇവിടെ നിന്ന് ഇറങ്ങിത്തരണം. മുഴുവൻ സാധനങ്ങളും ഞങ്ങൾ ഇവിടുന്ന് ഒഴിവാക്കിയിട്ട് ഞങ്ങൾക്ക് വീട് വേണം. അതാണ് വേണ്ടത്. വീട്ടിലൊന്നും വേണ്ട, വീട് മാത്രം മതി എന്ന് പറഞ്ഞുകൊണ്ട് ആ സുഖമില്ലാത്ത സ്ത്രീയെയും പിടിച്ച് മുറ്റത്തേക്ക് തള്ളുകയാണ്. അവർ ദയനീയമായി കരഞ്ഞു. അത് അവരുടെ നെഞ്ചിലാണ് വലിയൊരു ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുള്ളത്. ശരിക്കും അവർക്ക് ഒന്ന് ശ്വാസമെടുക്കുവാൻ പോലും പറ്റാത്ത രീതിയിൽ
എന്നാൽ ആ തള്ളലിൻ്റെ തള്ളലിൽ അതാ ഒരു കൈകൾ വന്ന് ആ ഉമ്മയുടെ അരികിലേക്കായി എത്തുന്നു. നിലത്ത് തലയടിച്ച് വീഴാത്തതിന് പകരം അതാ അവരുടെ കൈകളിലേക്കും നെഞ്ചിലേക്കുമാണ് ആ ഉമ്മ ചെന്ന് പതിച്ചത്. ശരിക്കും ആ ഉമ്മ ഞെട്ടിപ്പോയി. മോനെ, ഉമ്മാൻ്റെ ഷാനോ എന്ന് ആ ഉമ്മ ഉറക്കെ കരയുന്നുണ്ടായിരുന്നു. ആ സമയം തന്നെ ഉമ്മ ബോധരഹിതയാവുകയും ചെയ്തു. നിങ്ങൾ എന്ത് പണിയാണ് ഈ കാണിച്ചത്? അതെ, ഒരു സ്ത്രീ ശബ്ദം കേട്ട് അവരെല്ലാവരും തിരിഞ്ഞു നോക്കി. നിങ്ങൾ ഇത് ചെയ്തത് ശരിയാണോ? ഈ ഒരു പ്രായമായ മാതാവിനോട് നിങ്ങൾ ചെയ്ത കാര്യം ശരിയാണോ? പോലീസുകാരെ മുഴുവനും അമ്പരിപ്പിച്ചുകൊണ്ട് ആ ഒരു ചോദ്യത്തിന് മുമ്പിൽ അവർ പകച്ചുപോയി. ജപ്തി ചെയ്തു കഴിഞ്ഞാൽ പ്രായമായവരുന്ന കുട്ടികളൊന്നുമില്ല, മുഴുവൻ ഇറങ്ങി തന്നിരിക്കണം. മനസ്സിലായല്ലോ? എന്നായിരുന്നു നിങ്ങളുടെ ഡേറ്റ്? ഇന്നാണ് ലാസ്റ്റ് ഡേറ്റ്. ഇന്ന് ലാസ്റ്റ് ഡേറ്റ് ആണെങ്കിൽ 12 മണി വരെ സമയമുണ്ട് രാത്രി. ഈ അർദ്ധരാത്രി 12 മണി വരെ സമയമുള്ള സ്ഥിതിക്ക് നിങ്ങൾ എന്തിനാ ഇത്രയും നേരത്തെ വന്ന് ഇവരെ വഴിയാധാരമാക്കുന്നത്? ഇത് ശരിയാണോ? ആ ഒരു ചോദ്യത്തിന് മുമ്പിൽ അവർക്ക് ഉത്തരം മുട്ടിപ്പോയി. അതെ, ഒരിക്കലും ശരിയല്ല നിങ്ങൾ ഈ ചെയ്തത്. ഇതിനെതിരെ നിങ്ങൾക്കെതിരെ വലിയ പരാതി ഉണ്ടാകും. ഓർത്തോളി, ഒരിക്കൽ പോലും ഇത് ന്യായമല്ല. ഇന്ന് ദിവസമാണ് ലാസ്റ്റ് ഡേറ്റ് ആണ്, പക്ഷെ ഡേറ്റ് കഴിഞ്ഞിട്ടില്ല. ഇന്ന് ഇനിയും സമയമുണ്ട്, ഇത്രയോ മണിക്കൂറുകൾ ഇനിയും ഉണ്ട്. ഒരിക്കൽ പോലും നിങ്ങൾ ചെയ്തത് ശരിയായില്ല. എന്നാൽ ആരൊക്കെയോ വന്ന് അവനോട്, അവനെ വഴിയിൽ കണ്ടവർ പലരും പറഞ്ഞു, എടാ ഷാനു, നിന്റെ വീട്ടിൽ ജപ്തിക്കാർ വന്നിട്ട് ആകപ്പാടെ സാധനങ്ങളൊക്കെ പുറത്തേക്ക് വലിച്ചിട്ട് എന്തൊക്കെയാ നടക്കണ അറിയില്ല. ശരിക്കും ഷാനു ഞെട്ടിപ്പോയി. എന്ത് നിങ്ങൾ പറയുന്നത്? അതേടാ, എൻ്റെ വീട്ടിൽ കുറച്ച് ആൾക്കാർ ഒച്ചപ്പാടും സാധനങ്ങളൊക്കെ എറിയണ കാണുന്നുണ്ട് പുറത്തേക്ക്, ചട്ടിയും പാത്രം കൊടുക്കുക, എന്താ സംഭവം? എന്നാൽ അത് കേട്ട് ഷാനു ഓടി. അല്ലാ, ഇന്നായിരുന്നു ആ ലാസ്റ്റ് ദിവസം. പഠിച്ചോനെ, എൻ്റെ ഉമ്മയെ വൈകുന്നേരം ആകുമ്പോഴേക്കും വേറൊരു വീട്ടിലേക്ക് മാറ്റാമെന്ന് ഞാൻ കരുതിയതായിരുന്നു. അതെ, വാടകയ്ക്കെങ്കിലും റൂമെടുത്ത് കയ്യിൽ 5 ക്യാഷില്ല. എല്ലാ ഉമ്മയുടെ ഓപ്പറേഷത്തിന് അതും കടം പറഞ്ഞത്. ഒരു ഭാഗത്ത് ജസീറിൻ്റെ ആ ചീത്ത പറച്ചിലും ആ ഒരു ഭീഷണിപ്പെടുത്തലും എല്ലാം, മറ്റൊരു ഭാഗത്ത് ഒരു പെണ്ണിൻ്റെ ജീവിതം വെച്ചുകൊണ്ടുള്ള കളി. റബ്ബേ പഠിച്ചോനെ, ഉമ്മ പലവട്ടം പറയുന്നു, മോനെ എന്തിനായിരുന്നു എനിക്ക് ഓപ്പറേഷന്? ഉമ്മ മരിച്ചു പോയെങ്കിൽ ഇപ്പം എന്താ മോനെ? ഉമ്മാനെ കൊണ്ടൊരു ഉപകാരമില്ലല്ലോ. ഉമ്മ ഇല്ലെങ്കിൽ പിന്നെ എന്താ ഉമ്മ എൻ്റെ ജീവിതത്തിന് അർത്ഥം? അങ്ങനെ എൻ്റെ നിർബന്ധത്തിനാണ് ഡോക്ടർ പറഞ്ഞപ്പോൾ ഓപ്പറേഷൻ പെട്ടെന്ന് ചെയ്തത്. ഉമ്മ പറഞ്ഞു, മോനെ, ഞാൻ അള്ളാഹുവിൻ്റെ അടുത്തേക്ക് പോയിക്കോളാം, പക്ഷേ ഞാൻ വിട്ടുകൊടുക്കൂല ഉമ്മയെ. അങ്ങനെയുള്ള ആ ഉമ്മ അതെ വൈകുന്നേരം ആകുമ്പോഴേക്കും ഉമ്മയെ സുരക്ഷിതമായൊരു വാടക വീട്ടിലേക്ക് മാറ്റണം എന്നുള്ള രീതിയിലായിരുന്നു. പക്ഷെ ഇത്ര പെട്ടെന്ന് അവൻ വീട്ടിലേക്ക് കരഞ്ഞുകൊണ്ടോടി. അവൻ്റെ മനസ്സിൽ പല പല ചിന്തകൾ. കാരണം റിസ്വാന വക്കീൽ, അതെ, അവർ ആ ചതിയിലെങ്ങാനും പെട്ടുകഴിഞ്ഞാൽ, ഞാൻ അവരെ നിക്കാഹ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ എന്തായിരിക്കും സ്ഥിതി എന്നുള്ളത് അറിഞ്ഞത് കൊണ്ട് തന്നെ. പക്ഷേ ഷാനു ഓടിത്തളർന്നു അതാ വീട്ടിലേക്ക് എത്തുകയാണ്. എന്നാൽ പുറത്ത് കാണുന്ന ആ ഒരു ദയനീയമായ കാഴ്ച, റബ്ബേ, എൻ്റെ വീട്ടിലെ ഉള്ള ചട്ടിയും പാത്രവും കിടക്കയും എല്ലാം പുറത്തേക്ക് വലിച്ചിട്ടിട്ടുണ്ട്. എന്നാൽ തൻ്റെ ഉമ്മ, അവൻ പെട്ടെന്ന് തന്നെ അകത്തേക്ക് കയറി. ഏയ്, ഇനി നിങ്ങൾക്കിവിടെ പ്രവേശനമല്ല, നിങ്ങളുടെ വീട് ജപ്തി ചെയ്തിരിക്കുന്നു. അത് സാറേ, എൻ്റെ ഉമ്മ ഉണ്ടായിരുന്നു ഇവിടെ. ഉമ്മയോ? ഏതുമ്മ? ഇവിടുന്ന് ഉമ്മ അല്ല ബാപ്പയായാലും എല്ലാത്തിനും ഞങ്ങൾ പുറത്തേക്കിടും, മനസ്സിലായല്ലോ? എന്നാൽ ശരിക്കും അവൻ കരഞ്ഞു പോയി. എൻ്റെ ഉമ്മ ഓപ്പറേഷൻ കഴിഞ്ഞ് ഇവിടെ കിടക്കുകയായിരുന്നു. എൻ്റെ ഉമ്മ എവിടെ? എൻ്റെ ഉമ്മ എവിടെ? നിങ്ങളുടെ ഉമ്മ എല്ലാത്തിനും പുറത്തിട്ട കൂട്ടത്തിലേ അതിനും പുറത്ത് കിട്ടു. അതിനാരോ കൊണ്ടുപോയി. ശരിക്കും ഒരു ദൈവമില്ലാത്ത ആ ഒരു അവരുടെ സംസാരത്തിൽ ശരിക്കും ഷാനു കരഞ്ഞുപോയി. സാറന്മാരെ, സമയമായിട്ടില്ലല്ലോ, ഇനിയുണ്ടല്ലോ ഇന്ന് വൈകുന്നേരത്തോടെ. എന്ത് വൈകുന്നേരം? ഒരു ദിവസം എന്ന് പറഞ്ഞാൽ അന്ന് രാവിലെ മുതലാണ്, അല്ലാതെ രാത്രി വരെ അല്ല, മനസ്സിലാക്കിക്കോ. ശരിക്കും ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും പുറത്തേക്ക് വലിച്ചെറിഞ്ഞ് പൊട്ടിക്കുമ്പോൾ അവൻ്റെ മനസ്സ് വല്ലാതെ വേദനിക്കുന്നുണ്ടായിരുന്നു. അല്ലാ, പെട്ടെന്നാണ് തൻ്റെ പൊന്നുമ്മയുടെ നിസ്കാരക്കുപ്പായം അവർ പുറത്തേക്ക് എറിയുന്നത് കണ്ടത്. അതിൽ നിന്ന് ആ തസ്ബീഹമാല തെറിച്ചു വീണു. ഒരു നിമിഷം അവനത് എടുത്ത് വാരിയെടുത്തു. അല്ലാ, എൻ്റെ ഉമ്മാൻ്റെ നിസ്കാരക്കുപ്പായം, എൻ്റെ ഉമ്മാൻ്റെ തസ്ബീഹമാല. സാറന്മാരെ, ഞാൻ ഒഴിച്ചു തരാം.
നിങ്ങൾ തൊടല്ലേ ഒന്നും. തൊടാൻ പറ്റാത്ത കുറേ സാധനങ്ങളുണ്ട്. എന്ത് തൊടാൻ പറ്റാത്തത്? ഒരു തൊടാൻ പറ്റാത്തതില്ല. അല്ല സർ, ഞങ്ങളുടെ പരിശുദ്ധമായ ഖുർആനൊക്കെ ഉണ്ടാവും അതിനകത്ത്. ദയവായി നിങ്ങൾ അതൊന്നും തൊട്ട് നിലത്തേക്ക് എറിയല്ലേ. അതിന് ശിക്ഷ എനിക്കായിരിക്കും. ഷാനു കരഞ്ഞുകൊണ്ട് അഭ്യർത്ഥിച്ചു. പക്ഷേ അവർക്ക് ഒരു ദയയും ഉണ്ടായിരുന്നില്ല. എന്നാൽ എൻ്റെ ഉമ്മ എവിടെ എന്നുള്ള രീതിയിൽ അവൻ പിന്നെ അകത്തേക്ക് കയറിയില്ല. ഉമ്മ, എൻ്റെ ഉമ്മ എങ്ങോട്ടാണ് പോയത്? അല്ലാ, എൻ്റെ ഉമ്മ എവിടെ? അറിയുന്നില്ല. എന്നാൽ തൊട്ടപ്പുറത്തുള്ള ഒരു ഇത്താത്തയോട് ചോദിച്ചപ്പോൾ എൻ്റെ ഉമ്മയെ കണ്ട. ആ, നിങ്ങളുടെ ഉമ്മയെ ഒരു കാറിൽ കൊണ്ടുപോകുന്നത് കണ്ടു. എങ്ങോട്ടാണ് കൊണ്ടുപോയത്? എങ്ങോട്ടോ വീട്ടിലെന്താ ജപ്തി നടക്കണൊക്കെ ഉണ്ടോ? ഉമ്മാക്ക് എന്തോ. ശരിക്കും അവൻ കരഞ്ഞു പോയി. റബ്ബേ, ഞാൻ എവിടെ പോയി അന്വേഷിക്കും? അവൻ എന്ത് ചെയ്യണമെന്നറിയുന്നില്ല. തൻ്റെ പ്രിയപ്പെട്ട ഉമ്മ നഷ്ടപ്പെട്ടിരിക്കുന്നു. റബ്ബേ, എൻ്റെ ഉമ്മക്ക് എന്തെങ്കിലും പറ്റിപ്പോയ റബ്ബേ, എന്തിനാണ് ജീവിച്ചിരുന്നിട്ട് എന്ത് കാര്യമാണ്? എൻ്റെ ഉമ്മ, അല്ലാ, എൻ്റെ ഉമ്മാനെ കാട്ടിക്കൊണ്ടല്ല. എന്നാൽ അവൻ്റെ ഫോണിലേക്ക് അതാ പെട്ടെന്ന് ജസീർ വിളിക്കുന്നു. ഒരു നിമിഷം അവൻ ഞെട്ടിപ്പോയി. അവൻ്റെ കൈകൾ വിറച്ചു. എന്ത് ചെയ്യണമെന്നറിയുന്നില്ല. ഫോൺ കട്ടായി. വീണ്ടും അതാ. ഹലോ, എടാ, എവിടെ? എന്തായി കാര്യങ്ങളൊക്കെ? ഒക്കെ സെറ്റായോ? എനിക്ക് ധൃതിയാകുന്നുണ്ട്. നീ വേഗം പെട്ടെന്ന് സെറ്റാക്ക്. എന്നിട്ട് നിൽക്കാനുള്ള ഡേറ്റ് ഫിക്സ് ചെയ്യേ. എന്നിട്ട് നീ അങ്ങ് നിൽക്കാതെ കഴിക്കടാ. ബാക്കി കാര്യം ഞാനേറ്റു. അതെ, അവൻ്റെ ആ ഒരു ഭീഷണിയുടെ സ്വരത്തിൽ അവൻ എന്ത് പറയണമെന്നായിപ്പോയി. പക്ഷേ അവൻ അതല്ലായിരുന്നു. അത് ഞാൻ പറയാം. ഒന്നും വേണ്ട, നീ ചെയ്യാനുള്ളത് ചെയ്യണം. അല്ലെങ്കിൽ 6 ലക്ഷം അല്ല 8 ലക്ഷം പലിശ അടക്കം എനിക്ക് തരേണ്ടി വരും. പറഞ്ഞില്ലെന്ന് വേണ്ട. അവൻ എന്ത് പറയണമെന്നായിപ്പോയി. റബ്ബേ, അത് 2 ലക്ഷം പലിശ വേണമത്രേ അവന്. ഇത്രക്കും ഒരു ദുഷ്ടനായി പോയല്ലോ റബ്ബേ. ഏത് നിമിഷത്തിലാണ് എനിക്ക് എന്താ ചെയ്യുക? ഇങ്ങനൊരു കെണിയിൽ വീണു പോയി. അല്ലാതെ ഇപ്പം എന്താ ചെയ്യുക? അവൻ ശരിക്കും വേദനിച്ചു. തൻ്റെ ഉമ്മയെ കാണുന്നില്ല. തൻ്റെ ഉമ്മ എവിടെയാണ് റബ്ബേ? അവൻ ആരോടൊക്കെ ചോദിച്ചു. ഇതുവഴി ഒരു പ്രായമായ ഒരു കാറ് പോകുന്നത് കണ്ടിരുന്നു. അത് ആരെ കാറാ? ഞങ്ങൾക്ക് ശരിക്കൊരു ഞങ്ങൾ വിചാരിച്ച് വല്ല ഉദ്യോഗസ്ഥന്മാരൊക്കെ ആയിരിക്കുന്നു. പിന്നെ അതിന് മുമ്പ് കുറച്ച് പോലീസുമാർ എൻ്റെ വീടിൻ്റെ ഭാഗത്തൊക്കെ പോയിരുന്നല്ലോ. ഒരു നിമിഷം അവൻ ഓർത്തു, ഇനി വല്ല ഹോസ്പിറ്റലിലേക്കും. അവൻ നേരെ അവിടെ തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിലേക്കാണ് ചെന്ന് അന്വേഷിച്ചത്. ഉമ്മയുടെ പേര് പറഞ്ഞപ്പോൾ ഒരു പേഷ്യൻ്റ് വന്നിരുന്നു. പേരും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്നു. അവർക്ക് അറിയില്ല തോന്നുന്നു. അത് ബോധം കെട്ട രീതിയിലായിരുന്നു. ശരിക്കും അവൻ കരഞ്ഞുപോയി. അത് അവിടെ ഇപ്പോൾ കൊണ്ടുവന്ന പേഷ്യൻറ്റിനെ നിങ്ങൾ ആരെങ്കിലും കണ്ടോ എന്നുള്ള രീതിയിൽ പെട്ടെന്ന് അവൻ ആ കാഴ്ച കണ്ടു. അതാ അവിടെ ICUവിൻ്റെ മുമ്പിലായിട്ട് റിസ്വാന വക്കീലിരിക്കുന്നു. ശരിക്കും അവൻ ഞെട്ടിപ്പോയി. റബ്ബേ, അതെ, വീട്ടിലേക്ക് പോയി കാണാൻ വിചാരിച്ച വ്യക്തിയാണ്. പോയി കണ്ടതുമായിരുന്നു. പക്ഷേ എന്നെ അവിടെ നിന്ന് ഇറക്കി വിട്ടതായിരുന്നു. ഇപ്പോഴത് ICUവിൻ്റെ മുമ്പിൽ അവനാകെ നാണം കെട്ടുപോകുന്ന പോലെ. അല്ലാ, എൻ്റെ ഉമ്മാനെ കാണാനാണ് ഞാൻ വന്നിട്ടുള്ളത്. അല്ലാ, കരഞ്ഞുകൊണ്ട് വരുന്ന ആ ഒരു യുവാവിനെ റിസ്വാന വക്കീലിൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നു. എവിടെയോ കണ്ട എന്നെ പെണ്ണ് കാണാൻ വന്ന ആള്. എന്താണ് നിങ്ങളിവിടെ? അതെ, എൻ്റെ ഉമ്മയെ കാണാനില്ലായിട്ട് ഞാൻ വന്നു. അപ്പോൾ നിങ്ങളുടെ ഉമ്മയായിരുന്നോ? എൻ്റെ ഉമ്മ സൈനബ. പേരറിയില്ല. ഉമ്മ ബോധമില്ലാത്ത രീതിയിലായിരുന്നു. അതായത് അതല്ല, അത് നിങ്ങളുടെ ഉമ്മയായിരുന്നോ? പഠിച്ചോനെ, എന്തെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. കൃത്യസമയത്ത് ഞാനവിടെ എത്തിയത് കൊണ്ട് എനിക്കൊരു ചെറിയ കേസിൻ്റെ കാര്യം ഉണ്ടായിരുന്നു. ആ ഒരു കേസിൻ്റെ കാര്യത്തെ അന്വേഷിക്കാൻ വേണ്ടി വരുന്ന വഴിയിലാണ് ഈ പാത്രവും ചട്ടിയും കുടുക്കൊക്കെ പുറത്തേക്ക് എറിയുന്ന ശബ്ദം കേട്ട് ഞാൻ ഇറങ്ങി നോക്കിയത്. അതിന് തൊട്ടപ്പുറത്തുള്ള വീട്ടിലേക്കായിരുന്നു വന്നത്. കുറച്ച് കഴിഞ്ഞപ്പോഴുണ്ട് ഞാൻ അങ്ങോട്ട് ചെന്ന് ഇതെന്താ കാര്യം എന്ന് ചോദിച്ചപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു പ്രായമായ സ്ത്രീയെ പിടിച്ച് തള്ളാനും നിൽക്കുന്നത് കണ്ടു. ഭാഗ്യത്തിന് ഉമ്മ നിലത്ത് വീണിട്ടില്ല. എൻ്റെ കൈകൾ കൊണ്ട് ഉമ്മയെ രക്ഷിച്ചു. ഭാഗ്യമുണ്ട്, മാഷാ അല്ലാ. പിന്നെ ഉമ്മക്കൊന്നും ശരീരമൊന്നും നിലത്ത് വീണിട്ടില്ല. ഇനിയിപ്പോൾ ഉമ്മ ഒരു ടെൻഷനിൽ എന്തോ ബോധക്ഷയം സംഭവിച്ചു തോന്നുന്നുണ്ട്, വേറെ ഒന്നുമില്ല. ശരിക്കും റിസ്വാന വക്കീലിൻ്റെ ആ ഒരു വാക്കുകൾ കേട്ട്, അതെ, ഞാൻ ആ സമയം തന്നെ എൻ്റെ കാറിൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നതാണ്. എനിക്ക് ചെറിയൊരു കേസിൻ്റെ കാര്യത്തിന് വേണ്ടി വിളിച്ചപ്പോൾ പോയതായിരുന്നു. അപ്പോൾ ഞാൻ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ശരിക്കും വക്കീലിൻ്റെ ആ ഒരു സ്വഭാവം കണ്ട് അവൻ ഞെട്ടിപ്പോവുകയായിരുന്നു. വക്കീലേ, നിങ്ങൾ അതിനെന്താ,
ഒരു മനുഷ്യജീവനാണ് നഷ്ടപ്പെടാൻ വേണ്ടി പോയിരുന്നത്. അതെ, പടച്ചവനായിട്ടാണ് എന്നെ അങ്ങോട്ട് എത്തിച്ചത്. ഭാഗ്യത്തിന് ആ ഉമ്മ എൻ്റെ കൈകളുടെ ഈ ഭാഗത്തേക്കാണ് വീണത്. അല്ല എങ്കിൽ എന്തായിത്തീരും? നിങ്ങൾ വക്കീലെ, എന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഞാൻ ആ മനസ്സിലായി. ഏതായാലും ഉമ്മയെ ആ മുഖം കണ്ടപ്പോഴെനിക്ക് കണ്ട പരിചയം ഉണ്ടായിരുന്നു. എന്തായിരുന്നു നിങ്ങൾക്ക് പ്രശ്നം? ശരിക്കും റിസ്വാന വക്കീൽ അതാ അവനോട് കാര്യങ്ങൾ ചോദിക്കുകയാണ്. ഞാൻ പറയാം. എന്നാൽ അപ്പോഴേക്കും ഇപ്പോൾ ഒന്ന് ഉമ്മയുടെ പേര് എന്തെങ്കിലും കിട്ടിയോ? ആ അതെ, അവരുടെ മകനാണ് ഞാൻ. ഓ, എവിടെയായിരുന്നു ഉമ്മയെ കിട്ടിയിട്ട്? അത് എനിക്കൊരു വഴിക്ക് പോകാനുണ്ടായിരുന്നു. അപ്പോൾ ഓ, എന്തൊക്കെ തന്നെയാലും ഈ മേഡം ഉണ്ടായതുകൊണ്ട് രക്ഷപ്പെട്ടു കേട്ടോ. പിന്നെ വലിയ ഉദ്യോഗസ്ഥയാണ് നിങ്ങളുടെ ഉമ്മയെ പിടിച്ചത്. എന്തൊക്കെ തന്നെയാലും അതുകൊണ്ട് കഴിച്ചില്ലായി. ഉമ്മക്ക് ബോധക്ഷയം ഉണ്ടായിട്ടുള്ളൂ, വേറൊരു കുഴപ്പവും ഉണ്ടായിട്ടില്ല കേട്ടോ. ശരിക്കും നന്ദിയോടെ അതാ റിസ്വാന വക്കീലിനെ നോക്കുകയാണ്. അതെ ഷാനു വക്കീലെ, എങ്ങനെ നന്ദി പറയണമെന്ന് അറിയുന്നില്ല. എൻ്റെ ഉമ്മ ഓപ്പറേഷൻ കഴിഞ്ഞതാണ്. അല്ല, നിങ്ങൾ എവിടെ പോയതായിരുന്നു? സുഖമില്ലാത്ത ഉമ്മയെ ഒറ്റയ്ക്ക് വിട്ട് എന്തായിരുന്നു പ്രശ്നം? എന്താ വീടിനെ? അത് ഞാൻ പിന്നെ പറയാം. അതെ, തൻ്റെ വീട് ജപ്തി ചെയ്ത് കൊണ്ടുപോകാൻ വന്നതാണെന്നോ, ഇന്ന് ജപ്തിയുടെ ദിവസമാണെന്നോ എന്നൊന്നും വക്കീലിനോട് അവൻ പറഞ്ഞില്ല, നാണം കൊണ്ട്. അത് ഞാൻ പിന്നെ പറയാം. അവൻ്റെ നിസ്സഹായ അവസ്ഥ കണ്ട് വക്കീലിന് ഓരോന്ന് തോന്നുകയാണ്. എന്തായിരിക്കും ഇത്? കാരണം അവൻ്റെ മുഖത്ത് നോക്കിയാൽ അറിയാം നന്നായിട്ട് വിഷമമുണ്ട്. പിന്നെ ഇന്നലെ എൻ്റെ വീട്ടിലേക്ക് വന്നല്ലോ അല്ലേ? ഞാൻ വീട്ടിൽ നിന്ന് പോകാൻ ആവശ്യപ്പെട്ടത് മറ്റൊന്നുകൊണ്ടുമല്ല. കാരണം അറിയാമല്ലോ സിറ്റുവേഷൻസൊക്കെ. നമുക്ക് അങ്ങനെ ഒരു ആണും പെണ്ണും അതും ഹലാലാകാതെ ഒരുമിച്ച് കാണുന്നത് നല്ലതല്ല ഒരിക്കലും എന്ന് കരുതിയിട്ട് തന്നെയാണ്. എനിക്ക് മനസ്സിലായി വക്കീലേ, നിങ്ങളെ കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലാക്കണം നല്ലോണം. വക്കീലേ, എനിക്ക് പറ്റുന്നുണ്ട്. എനിക്ക് നിങ്ങളോടൊരു കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. എന്താണ്? അതെ, ഞാൻ പറയാം. എൻ്റെ ഉമ്മയുടെ കാര്യം ഒന്ന്. നോ പ്രോബ്ലം, കുഴപ്പമില്ല. ഞാൻ വിദേശത്തേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ് എൻ്റെ ഉമ്മയുടെ ഉപ്പയുടെ അരികിലേക്ക്. അപ്പോൾ എന്തൊക്കെ ഉണ്ടെങ്കിലും ഇനി വിളിച്ച് പറഞ്ഞാലൊക്കെ മതി. പിന്നെ ഉമ്മയുടെ കാര്യം ഹോസ്പിറ്റൽ അധികൃതരോട് പറഞ്ഞിട്ട് ഞാൻ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ക്യാഷൊക്കെ ഞാൻ ബിൽ ചെയ്തിട്ടുണ്ട്. എന്ത് വേണമെന്ന് വെച്ചാൽ പിന്നെ വേണമെന്ന് വെച്ചാൽ പറഞ്ഞുകൊണ്ട് ശരിക്കും റിസ്വാന വക്കീലിനെ പ്രവൃത്തി കണ്ടിട്ട് അവന് അത്ഭുതം തോന്നുകയാണ് ഷാനുവിന്. വക്കീലെ, ഞാൻ എന്ത് പറയുക, എനിക്കറിയില്ല. എൻ്റെ ഉമ്മയുടെ ഈ ഒരു ഹോസ്പിറ്റൽ ചാർജിന് വേണ്ടി ഞാൻ ഇനി എന്ത് ചെയ്യും എന്നുള്ളൊരു അവസ്ഥയിൽ. എന്തിനാണ് അത്? എന്താ നിങ്ങളെന്താണ് പറയുന്നത്? ഉമ്മയുടെ കാര്യത്തിൻ്റെ ഞാൻ സെറ്റ് ആയിക്കോളാം, ഒന്നും കുഴപ്പമില്ല. അതൊക്കെ ഞാൻ ബില്ല് പേ ചെയ്തോളാം. എത്ര ദിവസം കിടക്കുന്ന വെച്ചാൽ ജസ്റ്റ് ഞാൻ ഒരു ഫോൺ നമ്പർ ആ നമ്പറിലേക്കൊന്ന്, ഞാൻ ഒരു നമ്പർ ഓൾറെഡി ബ്ലോക്കാണ്, വേറെ നമ്പർ തരലേക്കൊന്ന് ഹായ് വിട്ടാൽ മതി. ഞാൻ അതിൻ്റെ ബില്ലൊക്കെ ഒന്ന് പേ ചെയ്തോളാം കേട്ടോ. ഓക്കെ, കുഴപ്പമില്ല. പിന്നെ ഇൻഷാ അല്ലാഹ് നാളെ പോകണമെന്ന് വിചാരിച്ച് നിൽക്കുകയാണ്. ടിക്കറ്റ് നാളെ കിട്ടുകയാണെങ്കിൽ നാളെ, അല്ലെങ്കിൽ മറ്റന്നാൾ രാവിലെ അങ്ങനെയൊക്കെ വിചാരിച്ച് നിൽക്കുകയാണ്. എന്തായാലും ഉമ്മ ഓക്കെ ആയല്ലോ. എന്നാൽ ഈ സമയം അതാ വിളിക്കുന്നു സൈനബിയുടെ കൂടെ. അതെ, ഉമ്മക്ക് മോനെ കാണണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ തന്നെ ചെല്ലു, അകത്തേക്ക് ചെല്ലി. മോനെ. അതെ, വിറക്കുന്ന കൈകളോടെ ആ ഉമ്മ തന്നെ നോക്കുന്നു. ഉമ്മ, എന്താ പറ്റി ഉമ്മ? മോനെ, നമ്മളെ വീടും എല്ലാം പോയിക്കണ മോനെ. ഉമ്മാൻ്റെ കുട്ടി ഒന്നും വിചാരിക്കല്ലേ. സാരല്ല, ഞാൻ കുട്ടീനോട് പറഞ്ഞതല്ല എൻ്റെ ഓപ്പറേഷൻ നടത്തണ്ടെന്നുള്ളത്. മോനെ. ഉമ്മ, അതിനെന്താ? വീട് പോയിക്കോട്ടെ ഉമ്മ, നമുക്ക് ഇനി വീട് കിട്ടും കേട്ടോ. മോനെ, എന്നെ പിടിച്ച ഒരു പെൺകുട്ടിയുണ്ട്. ആ കുട്ടിയെ കണ്ടിട്ട് നല്ലോണം എനിക്ക് പരിചയമുള്ള പോലെയുണ്ട്. ആ കുട്ടീനെ ഒന്ന് കൊണ്ടുവരാൻ പറ്റുമോ ഉമ്മാൻ്റെ കുട്ടിക്ക്? ഉമ്മ, അവർ പുറത്തുണ്ട്, അതൊരു വക്കീലായിരുന്നു ഉമ്മ, നിങ്ങൾക്ക് ഓർമ്മല്ലേ മോനെ? അങ്ങനെ ഏതാ റിസ്വാന വക്കീലിനെയും കൊണ്ടുപോകുന്നു. ഉമ്മ, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. മോളെങ്ങനെ ആ സമയത്ത് അവിടെ എത്തിയത്? എന്നെ പിടിച്ചത് മോളല്ലേ? മോളെ, ഉമ്മ, നിങ്ങൾക്ക് ഓർമ്മയില്ലേ നമ്മൾ കാണാൻ പോയ? അതാണോ മക്കൾ? എനിക്ക് ഓർമ്മയൊന്നും വല്ലാതെ മുഖമൊന്നും കിട്ടണില്ല. ഇപ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞതും അനസ്തേഷ്യ കഴിഞ്ഞപ്പോൾ എന്തൊക്കെയോ മറവിയും കാര്യങ്ങളും
ഒക്കെ ഉണ്ടായിട്ടുണ്ട്. മോളെ, എൻ്റെ കുട്ടിയെ രക്ഷിക്കണം കേട്ടോ. എൻ്റെ കുട്ടി കടക്കണിയിൽ മുങ്ങിക്കെടുക്കുകയാണ്. ശരിക്കും റിസ്വാന വക്കീലിൻ്റെ കൈ പിടിച്ചുകൊണ്ട് ആ മാതാവ് കരഞ്ഞു പറഞ്ഞപ്പോൾ ശരിക്കും അവർ ഞെട്ടിപ്പോയി. ഉമ്മ, എന്തായിരുന്നു നിങ്ങളെ പ്രശ്നം? പൊന്നു വക്കീലേ, നിങ്ങളോട് പറയാൻ എൻ്റെ കുട്ടി അല്ലെങ്കിൽ കടത്തിലാണ്. പിന്നെ വീട് ജപ്തി ചെയ്യുന്ന നിൽക്കലുണ്ടെങ്കിൽ കുറച്ച് ദിവസം അയക്കണ്. അതിൻ്റെ ഇടയിൽ എനിക്ക് തീരെ വയ്യാതായി. ഡോക്ടറിന് ഒരാഴ്ചനുള്ളിൽ ഉമ്മാൻ്റെ കാര്യം കഴിയുമെന്ന് പറഞ്ഞ് അതിൽ എൻ്റെ കുട്ടി കിട്ടുന്നിടത്തോളം ക്യാഷൊക്കെ കടം വാങ്ങി. അത് തിരിച്ചടക്കാൻ പോലും ഒരു വഴിയില്ല മോളെ. എന്നാൽ റിസ്വാന വക്കീലിൻ്റെ കാര്യങ്ങളെല്ലാം ഏകദേശം പിടികിട്ടി. എവിടെ നിന്നാണ് ഉമ്മ ക്യാഷൊക്കെ കടം വാങ്ങിയത്? അത് ഓൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്. ഓൻ്റെ കൂട്ടുകാരനെ ഓൻ്റെ അടുത്ത് നിന്നാണ് വാങ്ങിയത്. ഇടക്കിടക്ക് വിളിച്ച് ഇങ്ങനെ ശല്യപ്പെടുത്തും എൻ്റെ കുട്ടി. ഉമ്മ, നിങ്ങൾ വിഷമിക്കല്ലേ. എന്ത് കടവും ഞാൻ നേരിട്ട് തന്നെ തീർത്തോളാം. ആളാരാണ് ഒന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ മോനോട് പറയട്ടോ. ഉമ്മ, നിങ്ങളൊന്നും കൊണ്ട് വിഷമിക്കണ്ട. നിങ്ങൾ വിഷമിക്കല്ലേ. നിങ്ങൾക്ക് ആ വീട് പോയെങ്കിൽ പോയിക്കോട്ടെ, കുഴപ്പമില്ല. അവർക്കെതിരെ ഞാൻ കേസ് എടുത്തിട്ടുണ്ട്. കാരണം രാത്രി 12 മണി വരെ ടൈമുണ്ട്. അതിനിടയിൽ അവർ രാവിലെ 11 മണി ആയപ്പോഴേക്കും എല്ലാം പിടിച്ച് പുറത്തേക്ക് വലിച്ച് എറിഞ്ഞ് അങ്ങനെയൊക്കെ ചെയ്യുന്ന തികച്ചും അത് മോശമായ കാര്യമില്ല. അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? ഒരിക്കലും ഇങ്ങനെയല്ല. അവർക്ക് എന്തിന് കേടാന്നാവോ? ഇതിനെതിരൊക്കെ കേസെടുക്കാൻ വേണ്ട സമയമായിട്ടില്ലല്ലോ. അതും വൃദ്ധയായ ഒരു പാവപ്പെട്ടൊരു മാതാവിനെ പിടിച്ച് തള്ളുക എന്നൊക്കെ പറഞ്ഞാൽ ഇതിനൊക്കെ അകത്ത് കിടക്കേണ്ട വകുപ്പാണ്. ഇതൊക്കെ ഒരു മനുഷ്യത്വമില്ലാത്തൊരു പ്രവൃത്തിയായിപ്പോയി ഇത്. റിസ്വാന വക്കീൽ ശരിക്കും പ്രതികരിക്കുകയായിരുന്നു അവരോട് തന്നെ. അതെ, ആ സമയം തന്നെ ബോധക്ഷയം വന്ന ആ ഉമ്മയെ അവർ തന്നെ എങ്ങനെയൊക്കെയോ പിടിച്ച് കാറിലേക്ക് കയറ്റി കൊണ്ടുപോവുകയും ചെയ്യുകയായിരുന്നു. എന്നാൽ അതാ ഷാനുവിന് അത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. റബ്ബേ, ഇത്രയും നല്ലൊരു പെൺകുട്ടിയാണ് ഞാൻ ചതിക്കുവാൻ വേണ്ടി പോകുന്നത്. അതെ, ഞാൻ അവളെ നിക്കാഹ് കഴിക്കുക എന്നുള്ള പേരിൽ നിക്കാഹം കഴിച്ചിട്ട് അത് ജസീറിന് വേണ്ടി കൈമാറുക. പഠിച്ചോൻ പൊറുക്കൂല എന്നോട്. അവൻക്ക് വല്ലാതെ കുറ്റബോധം തോന്നുന്നു. എൻ്റെ ഉമ്മയെ വരെ രക്ഷിച്ചു. അങ്ങനെ അതാ റിസ്വാന വക്കീൽ പുറത്തേക്ക് വന്നു. എന്നാൽ ഞാനങ്ങോട്ട് എനിക്ക് ട്രാവൽസ് വരെ ഒന്ന് പോകാനുണ്ട്. പിന്നെ അപ്പോഴാണ് അവളത് ഓർത്തത്, റബ്ബേ, ഈ ഉമ്മയെ ഡിസ്ചാർജ് ചെയ്താൽ എങ്ങോട്ട് കൊണ്ടുപോകും എന്നുള്ളത്. എന്നാൽ അപ്പോൾ തന്നെ നേരെ അതാ ICUവിലേക്ക് പ്രവേശിച്ചു. ഉമ്മ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട കേട്ടോ. ഉമ്മാക്കൊരു വീട് ഞാൻ തരാം. അതെ, ഉമ്മാക്ക് അവിടെ താമസിക്കാം. അതെ മോളെ, എവിടെ? അതൊക്കെയുണ്ട് ഡോക്ടർ. ഉമ്മക്ക് കുഴപ്പമൊന്നുമില്ലാത്ത സ്ഥിതിക്ക് എന്നാൽ ഉമ്മയെ കൊണ്ടുപോയാലോ വീട്ടിലേക്ക്? ഓക്കെ, കുഴപ്പമൊന്നുമില്ല. മെഡിസിൻ വാങ്ങിക്കൊടുത്താൽ മതി. കാരണം ഉമ്മക്ക് പ്രത്യേകിച്ചൊന്നുമില്ല, ഒക്കെ ഓക്കെയാണ്. പിന്നെ ഓപ്പറേഷനൊക്കെ ചെയ്ത് വ്യക്തി ആയതുകൊണ്ടുള്ളൊരു ക്ഷീണം മാറ്റാൻ വേണ്ടി കുറച്ച് കിടത്തിയതൊന്നും മാത്രമേ. പിന്നെ ഗ്ലൂക്കോസൊക്കെ കിട്ടിയപ്പോൾ റെഡി ആയിട്ടുണ്ട്. എന്നാൽ അപ്പോൾ തന്നെ അവരെ ഡിസ്ചാർജ് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം പൂർത്തിയാക്കുന്നു. അതെ, ഡിസ്ചാർജിന് പറഞ്ഞിട്ടുണ്ട്. ശരിക്കും അവൻ ഞെട്ടിപ്പോയി. ഷാനു, റബ്ബേ, എൻ്റെ ഉമ്മയെ ഞാൻ എങ്ങോട്ട് കൊണ്ടുപോകും എന്നാലോചിച്ച്. എന്നാൽ ഷാനുവിൻ്റെ മുഖം കണ്ടപ്പോൾ മനസ്സിലായി, അതെ, ഉമ്മയുടെ കാര്യത്തിൽ പ്രശ്നമാക്കണ്ട. അതെ, എൻ്റെ അടുത്ത് റൂമുണ്ട്. അങ്ങനെ അത് ഉമ്മയെ ഡിസ്ചാർജ് ചെയ്ത് കാറിൽ ഉമ്മയെ കയറ്റുന്നു. അതെ, ഉമ്മയുടെ കൂടെ ഇരുന്നോളൂ കേട്ടോ. റിസ്വാന വക്കീൽ തന്നെ ഡ്രൈവ് ചെയ്തു നേരെ അത് പോകുന്ന വഴിക്ക് ഉമ്മ കൊടുക്കുവാനുള്ള കുറച്ച് ഡ്രസ്സുകളും വാങ്ങിക്കൊണ്ട് കൊണ്ടുപോയത് മറ്റിടത്തേക്കൊന്നും ആയിരുന്നില്ല. അതെ, റിസ്വാന വക്കീൽ താമസിക്കുന്ന ആ ഒരു വീട്ടിലേക്ക് തന്നെയായിരുന്നു ആ ഉമ്മയെ കൊണ്ടുപോയത്. ഉമ്മ, നിങ്ങൾ വിഷമിക്കണ്ട. ഇവിടെ നിന്നുള്ള ധൈര്യമായും നിങ്ങൾ ആരും തൊടില്ല. പിന്നെ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ ഞാൻ ഇവിടുന്ന് പോകും. അതെ, പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ വരുള്ളൂ. നിങ്ങൾക്കിവിടെ താമസിക്കാം. ഇവിടെ നിങ്ങൾക്ക് താമസിക്കുവാനുള്ള എല്ലാ സൗകര്യവും ഇവിടെ അവൈലബിൾ ആണ്. അതെ, ഭക്ഷണം ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ, അരി, റൈസ്, വെജിറ്റബിൾ, ചിക്കൻ, മട്ടൻ എല്ലാം ഫ്രീസറിൽ ഉണ്ട്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഉമ്മാക്ക് ഉണ്ടാക്കി കൊടുക്കാം. നിങ്ങൾ വീടില്ലാത്തതിൻ്റെ പേരിലൊന്നും വിഷമിക്കേണ്ട ആവശ്യമില്ല. പിന്നെ നിങ്ങൾ പറഞ്ഞല്ലോ എത്ര കടമുണ്ടെന്ന്. ആ കടമൊന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ കൊണ്ടുപോയി കൊടുത്തിരുന്നു. ഒരു നിമിഷം ഷാനു ഞെട്ടിപ്പോയി. അതെ, ജസീറിനാണ് കടമുള്ളത്. അതെങ്ങാനും അവൾ കൊണ്ടുപോയി കൊടുത്താൽ ജസീർ വക്കീലിനെ കയ്യിൽ കിട്ടിയാൽ പിന്നെ വെറുതെ വിടില്ല. അതുറപ്പാണ്. അവൻ എന്ത് ചെയ്യണമെന്നറിയാതെ നിസ്സേഹനായി നിന്നു. പറയൂ, ആർക്കാണ് കൊടുക്കാനുള്ളത്? ഞാനത് കൊടുത്തോളാം. അല്ലെങ്കിൽ
പേ ചെയ്തോളാം. എന്തെങ്കിലും പറയൂ, എത്രയാണ് സംഖ്യ എന്നുള്ളതും. അതെ, 5-6 ലക്ഷമുണ്ട്. അതിൽ 2 ലക്ഷം പലിശ അടക്കം വേണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. റബ്ബേ, ഞാൻ എന്ത് ചെയ്യാം? ഈ പെണ്ണിനെ ചതിച്ച് അവന് കൂട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ പൈസ വേണ്ട. അല്ല എങ്കിൽ പക്ഷേ എൻ്റെ ഉമ്മയെ രക്ഷിച്ച ഈ ഒരു പെൺകുട്ടിയെ ഞാൻ എന്ത് ചെയ്യാനാ റബ്ബേ? ചതിക്കാൻ പാടില്ലല്ലോ. ഞങ്ങൾക്ക് നല്ലൊരു വീട്, സൗകര്യം എല്ലാം ഏർപ്പെടുത്തി തന്ന റിസ്വാൻ വക്കീലിനെ ആലോചിച്ചപ്പോൾ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. റബ്ബേ, അതെ, എൻ്റെ പെങ്ങളെ പോലെ ഞാൻ കരുതാൻ പാടുള്ളൂ. ഒരിക്കൽ പോലും വേണ്ടാത്ത രീതിയിലൊന്നും ഞാൻ ചെയ്യാൻ പാടില്ല. എന്നാൽ റിസ്വാൻ വക്കീലിനോട് ആരുടെ അടുത്ത് നിന്നാണ് എനിക്ക് അത്രയും ലക്ഷക്കണക്കിന് കടങ്ങൾ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ പാവം വേണ്ട, ഞാനും ഉണ്ടായിരുന്നു. അവൾ അന്ന് ഉപദ്രവിക്കാൻ ശ്രമിച്ചതിൽ അവനെ ഹെൽപ്പ് ചെയ്തിരുന്നത് ഞാനായിരുന്നു. എന്നോടായിരുന്നു പറഞ്ഞത് വായ കെട്ടാനും കൈകളും കാലുകളും കെട്ടാനൊക്കെ പറഞ്ഞത്. അതെ, അവന് പഠിച്ചോനെ, ഞാൻ അറിഞ്ഞില്ലായിരുന്നു ഇത്രക്കും നല്ലൊരു മനസ്സിൻ്റെ ഉടമയായിരുന്നു എന്ന്. എല്ലാം ജസീറിൻ്റെ പണിയാണ് എന്നെക്കൊണ്ട് ചെയ്യിപ്പിച്ചത്. അവൻ കരഞ്ഞുകൊണ്ട് റിസ്വാൻ വക്കീലിൻ്റെ അടുത്തേക്ക് മാപ്പ് പറയുവാൻ വേണ്ടി വരികയാണ്. ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതെ, റിസ്വാൻ വക്കീൽ പോവുകയാണ് ഗൾഫിലേക്ക്, ഉമ്മയുടെയും ഉപ്പയുടെയും അരികിലേക്ക്. അതിനു മുമ്പായിട്ട് ജസീറിൻ്റെ ആ ചതികളും കാര്യങ്ങളുമെല്ലാം പറയണമെന്ന് റിസ്വാൻ വക്കീലിനോട് ഷാനുവിന് പറയണമെന്ന് നല്ല ആഗ്രഹമുണ്ടായിരുന്നു. എന്നാൽ അതിനു മുമ്പ് ജസീർ എങ്ങാനും വരുമോ എന്നുള്ള ഭയവും അവനെ വല്ലാതെ തളർത്തിയിരുന്നു. പെട്ടെന്നത് അവൻ്റെ ഫോണിലേക്ക് കോൾ വരുന്നു. അല്ലാ, ജസീർ. പഠിച്ചവനെ, അവനാകെ ടെൻഷനായിപ്പോയി. റബ്ബേ, ഫോൺ എടുക്കണോ വേണ്ടയോ? അല്ലാ, അവൻ്റെ കൈകാലുകൾ തളർന്നു.